ഹലോ പ്രിയപ്പെട്ടവരെല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജൂലൈ 15 കഴിഞ്ഞു. ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ചാനലുകൾ ഇങ്ങനെ അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഗൂഗിൾ അക്കൗണ്ട് അടക്കം ഗൂഗിൾ അക്കൗണ്ട് അടക്കം യൂട്യൂബ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ അക്കൗണ്ട് വരെ അടിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ വീഡിയോസ് ഇടുന്നത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചാനൽ അടിച്ചുപോയി എന്നുള്ളത്. ഞാൻ ഇതിന്റെ സോഴ്സ് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. യൂട്യൂബർമാർക്കിടയിൽ പരിഭ്രാന്തി പരത്തുക, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ചെയ്യുന്നവർക്ക് ഇടയിൽ പരിഭ്രാന്തി പരത്തുക, അതായത് നോർമലി ഇത്തരം കാര്യങ്ങളൊന്നും കുറച്ച് വിവരമുള്ളവരൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് അറിയാം. എക്സ്പെഷ്യലി യൂട്യൂബ് ടെക്കുകാരുടെ ചാനലിൽ തന്നെ ചിലർ കാണുകയൊന്നുമില്ല. കാരണം അവർക്ക് ആവശ്യമുള്ളത് അവർക്കറിയാം. ഞങ്ങൾക്കറിയുന്ന പോലെ തന്നെ അവർക്കറിയാം. പക്ഷെ ഈ എട്ടും പൊട്ടും തിരിയാത്ത കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്, പാവം. യൂട്യൂബിനെ പറ്റി വലിയൊരു ധാരണ ഇല്ലാത്തവർക്കിടയിൽ ഇങ്ങനെ ഒരു പരിഭ്രാന്തി പരത്തുന്നത് കൊണ്ട് എന്താണ് ചില യൂട്യൂബേഴ്സ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ലക്ഷക്കണക്കിന് ചാനലിലൊക്കെ അടിച്ചുപോയി ഇങ്ങനെയുള്ള ഓരോരോ കളവുകൾ എന്തിനാണ് പറയുന്നതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല. കാരണം ഞാൻ ഗൂഗിൾ അക്കൗണ്ട് അടക്കം അടിച്ചു കളയുന്നു എന്നൊക്കെ ഞാൻ ഗൂഗിളിലൊക്കെ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്തു. അപ്പോൾ യൂട്യൂബിന്റെ എന്താ നമ്മൾ അറിയാതെ ഇനി പുതിയത് വല്ലതും കൊണ്ടുവന്നു എന്നുള്ളതാണ്. യൂട്യൂബ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പോൾ ഇത് പിന്നെ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഒക്കെ അങ്ങോട്ട് അടിച്ചു കളയുക, അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വരെ കട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ, ഒരു ഗൂഗിൾ അക്കൗണ്ട് ഗൂഗിൾ കട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബ് കട്ട് ചെയ്യണമെങ്കിൽ യൂട്യൂബിന് കട്ട് ചെയ്യില്ല, അത് വേറെ. ഗൂഗിൾ അക്കൗണ്ട് കട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ സാധ്യതകൾ എങ്ങനെയാണെന്ന് അറിയോ? 2 വർഷം ഇൻആക്ടിവേറ്റ് ആയിട്ട് ഒരു ഗൂഗിൾ നിൽക്കണം. അതായത് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് എപ്പോഴെങ്കിലും നമ്മളൊരു ഗൂഗിൾ മെയിൽ ചെക്ക് ചെയ്താലോ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്ലേ സ്റ്റോറിൽ പോയി എന്തെങ്കിലും ആപ്പുകൾ ഡൗൺലോഡ് ചെയ്താലോ, ഈ 2 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും വിധേന ഒന്ന് സ്വിച്ച് അക്കൗണ്ട് ചെയ്ത് അതിലേക്ക് പോയി തിരിച്ചു വന്നാൽ പോലും ഗൂഗിൾ അക്കൗണ്ട് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് മെയിനായിട്ട്. അതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, 13 വയസ്സിന് അടിയിലുള്ള ഒരു കുട്ടിക്ക് വേണ്ടി ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെ നഷ്ടപ്പെടാറുണ്ട്. രാജ്യദ്രോഹപരമായിട്ടുള്ള കുറ്റങ്ങളൊക്കെ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ വേറെ വല്ലത് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഗൂഗിൾ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ട് മരവിപ്പിച്ചെന്ന് വരാം. അല്ലാതെ യൂട്യൂബിൽ ഇപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്ന് വരുമ്പോൾ അതിൽ ഈ പറയുന്ന സംഭവമുണ്ട്. ഏത് രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൽ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ യൂട്യൂബ്, അതും പലപ്പോഴും യൂട്യൂബ് അക്കൗണ്ട് അല്ല മരവിപ്പിക്കുന്നത്, യൂട്യൂബ് ചാനൽ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് അങ്ങനെ ഉണ്ടാവും, അത് നമുക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസിനൊക്കെ യൂസ് ആവും എന്നുള്ളതാണ്. ഇത്തരത്തിൽ ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്ന വീഡിയോസ് ഇടുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ്, ഇതിത്തരം അറിവുകൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരോടാണ്. പ്രേക്ഷകരെ, ജൂലൈ 15 മുതൽ യൂട്യൂബിന്റെ നിയമങ്ങൾ കർശനമാക്കുന്നു എന്ന് മാത്രമാണ് ഏതൊരു വീഡിയോസ് ആയാലും പിന്നെ അത്യാവശ്യം യൂട്യൂബിന് ടെക്ക് പറയുന്ന ആളുകളൊക്കെ വ്യക്തമായി പറഞ്ഞു തന്നത്. ഗൂഗിളും അത് തന്നെയാണ്. നിയമങ്ങൾ കർശനമാക്കുന്നു. യൂട്യൂബിന്റെ നിയമങ്ങൾ ഒന്നുകൂടെ കർശനമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പഴയ നിയമങ്ങൾ തന്നെയാണ്. ഞാൻ ഇതൊക്കെ പറയുന്നവരുടെ ചാനലൊന്ന് ചെക്ക് ചെയ്തപ്പോൾ അവരുടെ ചാനലുകളിൽ ഉദാഹരണങ്ങളൊക്കെ പറയുന്നത് സീരിയലിന്റെ റിവ്യൂ ഇടുന്ന ചാനലുകൾ അടിച്ചു പോകുന്നു. ഓൾറെഡി ആദ്യം തന്നെ ഉള്ളതാണ്. ഈ സിനിമയുടെ റിവ്യൂ പറയുന്നത് പോലെയല്ല സീരിയലിന്റെ റിവ്യൂ പറയുന്നത്. ജസ്റ്റ് ഒരു ഫോട്ടോയുടെ എണ്ണം കൂടിയാൽ പോലും അത് ഞങ്ങളുടെ സീരിയലാണ് എന്നുള്ളത് അറിഞ്ഞാൽ പോലും ഇരുന്ന് സ്ട്രൈക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ ഒരു അവസ്ഥ. അപ്പൊ അതുപോലെ തന്നെ സ്ലൈഡ് ആയിട്ടുള്ള ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല. പിന്നെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ചാനലുകളും പോകും. ഇത് പണ്ടും ഉള്ളതാണ്. ഓക്കെ, ഇപ്പോഴും ഉള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ യൂട്യൂബ് പറഞ്ഞിട്ടുള്ളത് യൂട്യൂബിന്റെ നിയമങ്ങൾ കർശനമാക്കി എന്ന് മാത്രമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഓരോരോ വീഡിയോസിനും എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഫേസ്ലെസ് വീഡിയോസിന് ഇനി മുതൽ മോണിറ്റൈസേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ അങ്ങനെ പറയുന്നു. അതൊന്നും ശരിയല്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ, ഈ റിയാക്ഷൻ വീഡിയോസിനൊക്കെ സംഭവിക്കുന്നത് എന്താണ്? അമിതമായിട്ടുള്ള മറ്റുള്ളവരുടെ വീഡിയോ ആശ്രയിക്കുന്നതാണ് പ്രശ്നം. റിയാക്ഷൻ വീഡിയോസിനൊക്കെ നിങ്ങൾ വരുന്നത് നിങ്ങളുടേതായ സംഭാവന കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അതവിടെ പ്രോബ്ലം ആവില്ല. പിന്നീട് നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ AI വീഡിയോസിനെ കുറിച്ചാണ് പറയുന്നത്. AI വീഡിയോസ്, അതും AI നമുക്ക് ഉപയോഗിക്കാനുള്ള ടൂൾ തന്നെയാണ്. AI മാത്രം ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങളൊരു വീഡിയോ സെറ്റ് ചെയ്തതിന് ശേഷം AI വോയിസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. AI വോയിസും AI വീഡിയോസും കൂടെ വരുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. നല്ലൊരു AI വീഡിയോസ് നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വോയിസ്, നിങ്ങൾക്ക് ഓൺ വോയിസ് നിങ്ങൾക്ക് കൊടുക്കാം.
അപ്പൊ AI മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ കൂട്ടമായിട്ടുള്ള വീഡിയോസുകൾ നിർമ്മിക്കുക എന്നാണ് യൂട്യൂബ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടമായിട്ട് ബൾക്കായിട്ട് ഒരു എഫേർട്ടും ഇല്ലാതെ എടുക്കുന്ന വീഡിയോസ് യൂട്യൂബിന് അറിയാം ഇത്ര വീഡിയോസുകൾ ഒരാൾക്ക് ഒരു ദിവസം എത്ര വീഡിയോസ് ഇടാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഒരു എഫേർട്ട്ലെസ് ആയിട്ടുള്ള വീഡിയോസ് ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ഇതൊക്കെ ഇതിലൊക്കെയാണ് നിയന്ത്രണങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ സ്ലൈഡ് എന്ന് പറയുന്നത് സ്ലൈഡ് ആയിട്ട് ഇടുന്ന വീഡിയോസ് പൂർണ്ണമായും നിരോധിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോ ഏതെങ്കിലും സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടോ ഡോക്യുമെന്ററിക്ക് വേണ്ടിയിട്ടോ ഫോട്ടോ അതിൽ മുഖ്യ ഘടകമാണ്. ഫോട്ടോ ചേർക്കാം, പക്ഷെ വോയിസ് അതിനേക്കാൾ മുകളിലേക്ക് നിൽക്കണം. യൂട്യൂബിന് അത് ബോധ്യപ്പെടണം. അങ്ങനെയാണെന്നെങ്കിൽ സ്ലൈഡ് ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതും പൂർണ്ണമായിട്ടും അതിനുള്ള മൊത്തത്തിൽ മോണിറ്റൈസേഷൻ അങ്ങോട്ട് അടിച്ചു കളഞ്ഞിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ പോകുമെന്നുമില്ല. അതും കൂടെ മനസ്സിലാക്കുക. ഇതിൽ എൻ്റെ ഒരു ചെറിയൊരു അപേക്ഷ ഉള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ സ്ലൈഡ് വീഡിയോസിനെ മാക്സിമം ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു ചില വിഷയങ്ങളിൽ മാത്രമേ അത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഫേസ് കാണിച്ചിട്ട് വീഡിയോസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു വീഡിയോസിന്റെ ബലത്തോട് കൂടിയിട്ട് ഫേസ് കാണിക്കാതെ വോയിസ് ഓവറും പ്ലസ് ഈ ഫോട്ടോസും പ്ലസ് വീഡിയോസുമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ യൂട്യൂബിന്റെ നിയമങ്ങൾ കർശനമാക്കുന്നു എന്നതൊഴിച്ച് പഴയ നിയമങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുതിയതായിട്ടും വന്നിട്ടുള്ളത്. ഒന്നുകൂടെ കർശനമാക്കി എന്നതൊഴിച്ച് ഒരു ചാനലുകളും ആവശ്യമില്ലാതെ പിന്നെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുത്തുന്നില്ല. നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മെയിലുകൾ വരും. ഈ മെയിൽ ത്രൂ നിങ്ങളോട് കാര്യങ്ങൾ അറിയിക്കും. എന്നിട്ട് മാത്രമേ മോണിറ്റൈസേഷൻ കട്ടാവുകയുള്ളൂ. ഗൂഗിൾ അക്കൗണ്ട് അടക്കം എവിടെയും അങ്ങനെ ഇപ്പോൾ എൻ്റെ അറിവിലോ അല്ലെങ്കിൽ ഗൂഗിളിന്റെ അറിവിലോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ഇത്തരത്തിലുള്ള പരിഭ്രാന്തി പരത്തുന്ന വീഡിയോസ് ഇടുന്നവർക്ക് എന്ത് ലാഭമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ ഒരുപാട് അറിയാത്തവർക്ക് ഈ ഷോക്കിംഗ് ന്യൂസുകൾ മാത്രം ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലർ അങ്ങനെയാണ്, രാവിലെ എണീറ്റ പാടന് ഓടി വന്നിട്ട് ഈ എന്തെങ്കിലും വിളിച്ച് പറയുക എന്നുള്ള ഒരു സംഭവം. വളരെ വിഷമമുണ്ട് നമുക്ക്. ഇത്തരം വീഡിയോസ് വേറെ ആളുകൾ ഇടുമ്പോൾ പോലും ഈ വീഡിയോസ് കണ്ടിട്ട് നമ്മളെ അടുത്ത് വന്നിട്ടാണ് ആളുകൾ ഡൗട്ട് ചോദിക്കുക, അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ, ഇത് എവിടെ നിന്നാടാ, ഇത് എങ്ങനെ, ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു എന്നൊക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴാണ് ഇയാൾ പറഞ്ഞതാണ്, അയാളുടെ വീഡിയോസ് ആണല്ലേ. ഓക്കെ, പൊതുവെ ഇത്തരത്തിലുള്ള ഇതൊരു സ്വഭാവമായി ഏറ്റെടുത്തിട്ട് രാവിലെ ആദ്യം തന്നെ ഞാൻ തന്നെ വന്ന് മണ്ടത്തരം വിളിച്ച് പറയാമെന്നുള്ള രൂപത്തിലേക്ക് പോകാതെ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിച്ച് പറയൂ, കുറച്ചും കൂടെ മനസ്സിലാക്കി പറയൂ എന്ന് ഞാൻ വീഡിയോസ് ഇടുന്നവരോട് പറയുകയാണ്. ഒരൊറ്റ കാര്യമേ ഇതിൽ ഉള്ളൂ. ജനങ്ങൾ ആദ്യത്തെ ഇത് പേടിച്ചുകൊണ്ട് ആദ്യം ഒന്ന് വീഡിയോ തുറന്നു നോക്കും എന്നുള്ളതാണ്. യൂട്യൂബിനെ കുറിച്ച് അറിയാത്തവർ പേടിച്ചിട്ട് അവിടെ ഇരിക്കും. അയ്യോ ഇതെന്താണ് ഇങ്ങനെയെന്ന്. അറിയുന്നവർക്ക് ഇത് വെറും ഒരു മണ്ടത്തരം മാത്രമാണ്. എന്ത് മണ്ടത്തരമാണ് ഇയാൾ വിളിച്ചു പറയുന്നത് പറഞ്ഞാൽ അവരത് ഒഴിവാക്കും. പക്ഷെ അറിയാത്തവരാണ് ഈ നമുക്ക് മെസ്സേജുകളും കാര്യങ്ങളും വ്യക്തമായിട്ട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്കും ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ വരുന്നുണ്ട്. ഈ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർക്ക് മൊത്തത്തിൽ ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളോട് എനിക്ക് വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. ജൂലൈ 15 മുതൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ എടുത്ത് കളയുന്നു, ഗൂഗിൾ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ തെറ്റാണ്. നിയമങ്ങൾ ഒന്നുകൂടെ കർശനമാക്കി എന്നുള്ളത് മാത്രം. അതായത് എഫേർട്ട്ലെസ് ആയിട്ടുള്ള വീഡിയോസുകളോ അല്ലെങ്കിൽ എന്താ പറയുക സ്വയം പ്രയത്നം കൊണ്ടില്ലാത്ത വീഡിയോസുകളോ ഒന്നും വേണ്ട എന്നുള്ളത്. യൂട്യൂബ് കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനും സ്വീകാര്യതയാക്കാനും ട്രെൻഡിങ് ആക്കാനും വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്നുള്ളതാണ്. മാത്രവുമല്ല ബൾക്കായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ യൂട്യൂബ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ന്യൂസ് കണ്ടിരുന്നു, എത്രയോ കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യയിലേക്ക് മാത്രമായിട്ട് യൂട്യൂബിന്റെ ഇൻകം ആയിട്ട് വന്നത്. ഇൻകം യൂട്യൂബ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് യൂട്യൂബ് നോക്കും എന്ത് തരം വീഡിയോസ് ആണോ വരുന്നത്, എഫേർട്ട്ലെസ് ആയിട്ടുള്ള വീഡിയോസ് ആണോ എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി, യൂത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ ന്യൂ ജനറേഷന്റെ ഇടയിൽ യൂട്യൂബ് അത്രയൊരു വലിയൊരു സ്വീകാര്യതയുണ്ടോ എന്നുള്ളത് വീണ്ടും പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പൊ അത്തരത്തിലേക്കുള്ള ഒരു സ്വീകാര്യതയിലേക്കൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അടിമുടി ഒന്ന് മാറ്റങ്ങൾ വരണം എന്നുള്ളതാണ്. യൂട്യൂബ് ഇനി കർശനമായിട്ട് ഇത്തരത്തിലുള്ള ചവറ് വീഡിയോസുകൾ വേണ്ട എന്ന് പറയുമ്പോൾ ഞാനും അതിൽ സന്തോഷിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ സ്വപ്രയത്നത്താൽ വീഡിയോസ് ഇട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചവറ് വീഡിയോസ് എന്ന് പറയുന്നത് ഒരിക്കലും കുക്കിംഗ് വീഡിയോസോ അല്ലെങ്കിൽ ബ്ലോഗ് വീഡിയോസോ അത്തരം വീഡിയോസുകൾ ഒന്നുമല്ല. ഞാൻ ഈ മുകളിൽ പറഞ്ഞ പോലെ പ്രയത്നമില്ലാതെ ഇടുന്ന വീഡിയോസ്, എയുടെ മാത്രം കാര്യങ്ങൾ കൊണ്ട് വീഡിയോസ്, ഒരു സ്ലൈഡും ഒരു വോയിസ് ഓവറും മാത്രം വെച്ച് ചെയ്യുന്ന വീഡിയോസ്, ഇത്തരം വീഡിയോസുകൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ സ്വീകാര്യത എത്രയുണ്ടെന്ന് നിങ്ങൾ യൂട്യൂബർമാരോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന മറ്റൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.